ഇപ്പം ഞാൻ വീഡിയോകൾ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? നിങ്ങൾ നോക്ക്. ഹോസ്പിറ്റൽ ചികിത്സയിൽ കഴിയുന്നവരും പൈസ തികയാതെ വന്നപ്പോൾ യാചനീയമായി ഇറങ്ങി വരിക നിങ്ങളുടെ മുന്നിലെത്തിച്ചിരിക്കുന്നത്. ഒരാൾക്ക് ശ്വാസതടസ്സത്തിൻ്റെ രോഗമാണ്, ഒരു പെണ്ണുങ്ങൾക്ക്. പക്ഷേ അവർ ഡോക്ടർമാർ പറഞ്ഞ് സർജറി ചെയ്യണമെന്ന്, ശ്വാസകോശം എടുത്ത് മാറ്റണമെന്ന്. ശ്വാസകോശമൊക്കെ കൃഷി ചെയ്യുവാണ്, വൃക്ക കൃഷി ചെയ്യുവാണ്, കരൾ കൃഷി ചെയ്യുവാണ്. ഇതെവിടെയാണ് ഇതിൻ്റെ ബലം ചെയ്യുന്നത്? എനിക്കറിയത്തില്ല. മനുഷ്യ ശരീരങ്ങൾ കൃഷി ചെയ്യുന്നത് എവിടെയാണ്? ജനങ്ങളത് ഇത്രയും അറിവ് ഉണ്ടായിട്ടും അറിവില്ലാതെ നടിക്കുന്നതോ, അതോ ഇതൊക്കെയാണ് ചികിത്സാ രീതി എന്ന് വിശ്വസിക്കുന്നവരോ? നിങ്ങളിപ്പം ജനിച്ചവരോ, അതോ പണ്ടൊക്കെ എന്തായാലും ഒരു 50 വയസ്സിൻ്റെ മേലോട്ടുള്ളവർക്ക് ഏകദേശം പഴയകാല ജീവിതങ്ങളെല്ലാം ഓർമ്മയുണ്ടാകും. എന്തായാലും ഓർമ്മയുണ്ടാകും. എത്ര പറന്നു പോകുന്ന കാക്കയായാലും പക്ഷിയായാലും നിലത്ത് വന്നിട്ട് നിൽക്കൂ, അല്ലാതെ ആകാശത്ത് തന്നെ ഇരിക്കില്ല. അതുപോലെ നിങ്ങൾ എത്ര വലിയവരാണെന്ന് നടിച്ചാലും നിങ്ങൾ പഴയകാല ജീവിതങ്ങൾ കുറേയെങ്കിലും അനുഭവിച്ചിട്ടുണ്ട്, നിങ്ങളെ പൂർവികന്മാരും. എന്നിട്ട് നിങ്ങൾ ഈ കോലത്തിൽ, ഇതേ അവസ്ഥയിൽ നിങ്ങൾ കാണുക. ചെറിയൊരു നടുവേദനയോ മൂത്രത്തിപ്പഴുപ്പോ ചെറിയ വന്നു കഴിഞ്ഞാൽ വൃക്കയ്ക്ക് ഡയാലിസിസ് ചെയ്തു കുറച്ച് കഴിയുമ്പോൾ വൃക്ക മാറ്റി വെക്കൽ. വയറിനെവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, വേദന വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ക്യാൻസറാണ്. അപ്പോഴും തന്നെ അവർ ക്യാൻസറിലേക്ക് അവരെ വലിച്ചിട്ടു. കുടലിൽ ഗ്യാസിൻ്റെ ഇത് വന്നു കഴിഞ്ഞാൽ, ഗ്യാസിൻ്റെ ഒരു വേദനയോ ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ അപ്പോഴും ക്യാൻസറായി, അവിടെ ഓപ്പറേഷനായി. കരളിൽ എവിടെയെങ്കിലും ഹൃദയത്തിലോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, ശ്വാസതടസ്സമോ ചുമയോ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് മുഴയാണ്, കരളിൽ രോഗമാണ്, രോഗിയായി തീർന്നു, അവരെ മജ്ജ മാറ്റി വെക്കണം. ഈ തൊണ്ട മാറ്റിവെക്കൽ, ഹൃദയം മാറ്റിവെക്കൽ, തലയിൽ ഒന്ന് വീണാൽ ചെറിയ മുട്ടിയിട്ടോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, വണ്ടി അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ മസ്തിഷ്ക രോഗമാക്കി മാറ്റുക. അപ്പോൾ അവർ മരിച്ചു, അവരെ അവയവങ്ങളെല്ലാം എടുത്തു, ദാനമാക്കി അവരങ്ങ് എടുത്തു. ഇത് ഈ കേരളത്തിൽ തന്നെയാണ് നടക്കുന്നത്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എന്താണ് ഇതിൻ്റെ പ്രവർത്തനം എന്താണ്? ഇത് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് കഴിയില്ലെങ്കിൽ, ഇനി ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞു തരുന്നില്ല. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എൻ്റെ ക്യാൻസർ രോഗം വന്നാൽ അതെങ്ങനെ മാറ്റിയെടുക്കാമെന്ന് ഒരു സിമ്പിളായിട്ടൊരു ഒറ്റമൂല്യം പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അത് നോക്കിക്കാണുക. അത് വരാതിരിക്കാനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കുക. വന്നു കഴിഞ്ഞാൽ ചെറിയതൊക്കെ ബുദ്ധിമുട്ട് വന്നാൽ, നിങ്ങൾക്ക് ചെറിയത് തുടക്കത്തിലും നല്ലവണ്ണം വന്നു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ രോഗത്തെക്കുറിച്ചാണെങ്കിൽ അത് വയറിലോ കുടലിലോ അന്നാശയത്തിലോ എവിടെയൊക്കെയോ അസുഖം ഉണ്ടെങ്കിൽ അത് ഈ മരുന്നുകൾ കൊണ്ട് ഉണങ്ങുന്നതാണ്, ഭേദപ്പെടുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫലമില്ലെങ്കിൽ വലിയ ഹോസ്പിറ്റലിൽ പോയി അതുപോലെ ഇപ്പം ഞാൻ ഷെയർ ഇട്ട് തന്നിരിക്കുന്ന വീഡിയോ കാണുക. കണ്ടുവെച്ച് അതുപോലെ കിടക്കണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അയക്കുക, അത് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നിങ്ങളിഷ്ടമാണ്. പക്ഷെ വേണമെങ്കിൽ മാത്രമേ അത് പ്രയോജിക്കാവുള്ളൂ. പിന്നെ മരുന്ന് മാഫിയകളുടെയും മരുന്ന് ലോബികളുടെയും പുറകെ നിങ്ങൾ എത്തിപ്പെട്ടാൽ, അവരുടെ വാക്കുകളിൽ വിശ്വസിച്ച് പോയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അതുതന്നെ യൂട്യൂബ് ചാനലുകാരും ഇത് തന്നെയാണ്. അവർ മരുന്ന് ലോബികളുടെ പുറകെയാണ്, അവരുടെ സ്വാധീനത്തിലും അവരെ സംരക്ഷിക്കുന്നവരുമാണ് യൂട്യൂബ് ചാനലുകാർ ഉള്ളത്. അതുകൊണ്ട് നിങ്ങളെ സംരക്ഷിച്ചോളുക, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് യാത്ര പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വാഹനം സൈഡിൽ പോലും വണ്ടി നിർത്തിയാൽ വണ്ടി കൊണ്ട് ഇടിച്ച് തെറിപ്പിച്ച് അവരെ കൊന്ന് ആശുപത്രിയിലേക്ക് അവരുടെ ബോഡി കൊണ്ടുപോകുക, അല്ലെങ്കിൽ കുറച്ച് ജീവൻ രക്ഷപ്പെടേണ്ടതൊക്കെയാണ് ചെല്ലുന്നത്. പക്ഷേ ഒരിക്കലും ജീവൻ തിരിച്ചു കിട്ടി വരില്ല. ഇപ്പം നിങ്ങൾ നോക്കിക്കാണുക, അവരുടെ ബോഡി രോഗമാണ്, മസ്തിഷ്ക രോഗമാക്കി തീർക്കും. മസ്തിഷ്കത്തിന് ഒരു ചതവോ തലയ്ക്കൊരു ചതവോ വന്നാലൊന്നും മരിക്കില്ല.
അത് നിങ്ങളോട് പ്രത്യേകം ഞാൻ പറയാം. തലയ്ക്കൊന്നും മുറിവേറ്റ് കഴിഞ്ഞാലൊന്നും മരിക്കില്ല, പക്ഷെ മസ്തിഷ്ക രോഗമാക്കി തീർക്കുക. ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതെല്ലാം കുറേ വീഡിയോകൾ ഞാൻ ഇട്ട് തന്നിരിക്കുന്നത് എൻ്റെ മൊബൈലിൽ. അപ്പം ഞാൻ വെറുതെ ആവശ്യമില്ലാതെ ഇട്ട് തന്നിരിക്കുകയാണ്, എനിക്ക് ആവശ്യമില്ലാതെ. കാരണം അത് നിങ്ങൾക്ക് ആവശ്യത്തിനാണ് ഞാൻ ഇട്ടത്. എന്ന് വെച്ചാൽ നിങ്ങളിത് നോക്കിക്കണ്ട് നിങ്ങളോട് എന്താണ് ഇത് വൈദ്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം എന്താണ് ഇങ്ങനെയോ എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ മറന്നു പോയതാണെങ്കിൽ ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓർത്ത് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ ചിട്ടയോടെ നിങ്ങളുടെ ആഹാര രീതികൾ ക്രമപ്പെടുത്തി നിങ്ങളതേ കണ്ടീഷനിച്ചാൽ നിങ്ങൾക്ക്, കാരണം വെളുത്തുള്ളിക്ക് ക്യാൻസറെ മാറ്റാനുള്ള കഴിവുണ്ട്, തുളസിക്കും ക്യാൻസറെ മാറ്റാനുള്ള കഴിവുണ്ട്, കുരുമുളകിനും ക്യാൻസറെ മാറ്റാനുള്ള കഴിവുണ്ട്, കറ്റാർവാഴയ്ക്കും ക്യാൻസറെ മാറ്റാനും കഴിവുണ്ട്. അത് വൈദ്യശാസ്ത്ര അടിസ്ഥാനത്തിൽ തന്നെ ആ കുടുംബശാസ്ത്രത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് എത്തിയേക്കുന്നത്. അത് മാത്രമല്ല, ഈ സാധനമൊക്കെ നമ്മൾ നിത്യോപയോഗ സാധനമാണ്. മാത്രമല്ല, തഴുതാമ എന്ന് പറയുന്നത് നമ്മൾ മുരിങ്ങയില നിത്യോപയോഗമായി നമ്മളത് കറിക്ക് ഉപയോഗിക്കുന്ന സാധനമാണ്, കറി ഉണ്ടാക്കി കഴിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രഷറ്, സ്ട്രോക്ക് ഇങ്ങനെയുള്ള രോഗങ്ങളൊന്നും വരാതിരിക്കും. കാരണം ആമവാദം വന്ന് തളർന്നു പോകില്ല, സ്ട്രോക്ക് വന്ന് തളർന്നു പോകില്ല. വാദത്തെ ക്രമപ്പെടുത്താനൊക്കെ കഴിവുള്ളതാണ് നിങ്ങളുടെ മുന്നിലൂടെയൊക്കെ ഞാൻ ഇട്ട് തന്നിരിക്കുന്ന മരുന്നുകൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അത് ഉപയോഗിക്കാം. വീണ്ടും നിങ്ങൾക്ക് ആവർത്തിച്ച് കാണാം, എന്നിട്ട് അതുപോലെ നിങ്ങൾക്ക് പ്രവർത്തിക്കാം. അത് പ്രവർത്തിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ ഇതുപോലെ രക്ഷപ്പെടും. ഈ രീതിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനാണ് നിങ്ങൾ ശ്രമിക്കുന്നെങ്കിൽ അതായിക്കോ, ഞാൻ തടയുന്നൊന്നുമില്ല. അത് നിങ്ങളുടെ ഇഷ്ടം. ഹോസ്പിറ്റലുകാർ അത് തെറ്റാണ് അവർ ചെയ്യുന്നതെന്നും ഞാൻ പറഞ്ഞു തരില്ല. അത് നിങ്ങൾക്ക് തോന്നിയാൽ അത് പിൻവലിഞ്ഞ് നിങ്ങൾക്ക് ഓടാം. ശരിയാണെന്ന് പറഞ്ഞാൽ അവരിലേക്ക് കടന്നു പോകാം. കാരണം ഞാനിത് ഇട്ട് കഴിയുമ്പോൾ അവരെൻ്റെ ശത്രുവാക്കിയെടുക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ശത്രുവാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഞാനത് കണ്ട്, ഞാനൊരു വൈദ്യനും നാട്ടു ചികിത്സ ചെയ്യുന്ന ഒരു വൈദ്യന്, പക്ഷേ ഇത് ഏത് സുപ്രീം കോടതി പോയാലും എൻ്റെ വീഡിയോ അവർ അംഗീകരിക്കുക തന്നെ ചെയ്യും. കാരണം അംഗീകരിക്കും. ഞാൻ ഒരാളോടും മത്സരിക്കുക. ഹോമിയോ ഡോക്ടർ, പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഹോമിയോ ഡോക്ടർമാർ ഹോമിയോ മരുന്നിൽ ക്യാൻസറും വൃക്കരോഗങ്ങളും തൈറോയിഡിൻ്റെ രോഗങ്ങളും കരരോഗങ്ങളും പൂർണ്ണമായി മാറാവുന്ന മരുന്നാണ് ഹോമിയോയിലുള്ളത്. അതുപോലെ ആയുർവേദത്തിലുമുണ്ട്. ആയുർവേദത്തിൽ അവർ മാറ്റങ്ങൾ വരുത്തും. ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേരുകൾ, ആയുർവേദ ഫാർമസികളുടെ പേരുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ നല്ല മരുന്നുകളാണ് ഉണ്ടാക്കിയ, അവരെ സമീപിക്കുക. അല്ലാതെ അവരുടെ മറ്റുള്ള ഈ മരുന്ന് ലോബികളുടെ പുറകെ അല്ലാതെ നല്ല കമ്പനി മരുന്നുണ്ടാക്കുന്ന വെച്ചാൽ നാഗാർജുന, കോട്ടക്കൽ ആയുർവേദശാല, അശോക ഫാർമസി, ഇങ്ങനെയുള്ളവർ മരുന്നുകൾ പണ്ടേ ഉള്ളവരാണ്. അത് അവരെ മരുന്ന് ദോഷമുള്ളതല്ല. അത് അവരിലേക്ക് പറ്റുന്നതും നിങ്ങൾ പോകുക. അതിനകത്തൊക്കെ മഴക്കാലത്ത് കഴിക്കേണ്ടതും പ്രസവിച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രസവ ശുശ്രൂഷയ്ക്കുള്ള മരുന്നുകളും അവിടെ ഉണ്ട്. അതിൻ്റെ ചിട്ടാനുസരണം പ്രസവിച്ച് കിടക്കുന്നതും ഗർഭിണിയായിരിക്കുമ്പോൾ അവർക്ക് വേണ്ട മരുന്നുകളും അവരുടെ അടുത്ത് തന്നെയുണ്ട്. പഴയ ആയുർവേദ ഡോക്ടർമാരെ കണ്ട നല്ല മരുന്നുകൾ ചികിത്സകളും കിട്ടും. അതുതന്നെ തളർന്നു പോയതും അല്ലെങ്കിൽ അംഗവൈകല്യങ്ങളുള്ളതും മക്കളുണ്ടാക്കാത്തവരും അവരുടെ ഇടയിലുണ്ട് മരുന്ന്. ഹോമിയോയിലുമുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയാൽ മതി. വേണമെങ്കിൽ മാത്രം നിർബന്ധിച്ച് ഞാൻ വിടുന്നതല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ട്, ഇതേ അവസ്ഥയിൽ ആകാതിരിക്കാനും കൂടിയാണ് ഞാനിപ്പോൾ ഇത് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. ഞാൻ ആരെയും ഒരു മരുന്ന് ലോബികളെയും കുറ്റപ്പെടുത്താൻ വരുന്നില്ല. കാരണം നിങ്ങൾ ചെന്ന് കയറിയിട്ടാണ് അവർ നിങ്ങളെ ചികിത്സിച്ച് ഈ കോലത്തിലാക്കുന്നത്. അല്ലാതെ അവർ നിങ്ങളെ വീട്ടിൽ വന്ന് പിടിച്ചോണ്ട് പോകുന്നവരല്ല ഇവരാരും. അതും നിങ്ങളെ വീട്ടിൽ വന്ന് പ്രോത്സാഹനം ചെയ്തിട്ടും കൊണ്ടുവന്നത് നിങ്ങളുടെ മനസ്സോടെ നിങ്ങളവിടെ ചെന്ന് കൊടുക്കുവാണ്. അന്നേരം അവർ ഈ കോലത്തിലാക്കും. അത് എൻ്റെ കുറ്റമല്ല, ഹോമിയോ ഹോസ്പിറ്റലുകാരുടെ കുറ്റമല്ല, ആയുർവേദക്കാരുടെ കുറ്റമല്ല, ഞങ്ങളുടെ ആരുടെയും കുറ്റമല്ല. അത് നിങ്ങളുടെ കുറ്റം തന്നെയാണ്. അപ്പോൾ അതും അവരുടെ ഹോസ്പിറ്റലുകാരുടെ തെറ്റുമല്ല. അത് അവരിന്ന് പഠിച്ചത് അങ്ങനെയാണ്. അവരിങ്ങനെ ചെയ്താലേ ആകുള്ളൂ. അവരുടെ ഇന്നത്തെ പഠനം ഇങ്ങനെയാണ്. അതുകൊണ്ട് അത് അങ്ങനെ അവർ ചെയ്യുന്നു. അതിനകത്ത് അവർ പഠിച്ചു കഴിയുമ്പോൾ കോടികൾ മുടക്കിയാണ് പഠിക്കുന്നത്. അപ്പോൾ ആ കോടികൾ നിങ്ങളിൽ നിന്ന് കിട്ടണം, എന്നാലേ അവർക്ക് കാര്യമുള്ളൂ. അതുകൊണ്ട് അവരത് ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് തിരഞ്ഞെടുക്കുക, വേണ്ടാത്തത് എടുത്ത് കളയുക.
ഇനിയുണ്ട് മരുന്നുകൾ. അതൊന്നും ഇനിയിപ്പം ഞാൻ പുറത്ത് തരുന്നില്ല, വരുന്നില്ല. കാരണം ജനങ്ങൾ പിന്നെ ഓരോരുത്തരുടെ ഒരു മോശമായ രീതിയിലൂടെ സഞ്ചരിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം